മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മൂവാറ്റുപുഴ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ 2023 ആരംഭിച്ച മൂവാറ്റുപുഴ രൂപതയുടെ ദിവ്യകാരുണ്യ വർഷ സമാപനത്തോടനുബന്ധിച്ച് പി.ജി. ദർശന കൺവെൻഷൻ സെന്ററിൽ നവംബർ 16 ശനിയാഴ്ച ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിച്ചു. ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ഒരു ജീവിതം ക്രിസ്തുവിൽ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ രൂപതയുടെ കീഴിലായി എല്ലാ ഇടവകകളിലും വൈദിക ജില്ലകളിലും ദിവ്യകാരുണ്യ പഠന ക്ലാസ്, ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയോട് ചേർന്ന് കഴിഞ്ഞ ഒരു വർഷമായി രൂപതാ സമൂഹം ഒന്നാകെ ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായ ജീവിത രീതി പിന്തുടരുകയായിരുന്നു. നവംബർ 16 രാവിലെ ആരംഭിച്ച ദിവ്യകാരുണ്യ കോൺഗ്രസിലൂടെ ഇതിന് പരിസമാപ്തി കുറിച്ചു. രാവിലെ 8:45 വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസുകൾക്ക് തൃശൂർ മേരിമാത സെമിനാരി റെക്ടർ ഫാദർ സാജു ചാലക്കൽ, ഫാദർ ജോളി കരിമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വിശുദ്ധ കുർബാനയെക്കുറിച്ചും പരിശുദ്ധ കുർബാനയുടെ ആന്തരിക തലങ്ങളെക്കുറിച്ചും ആഴമായ ബോധ്യം വിശ്വാസ സമൂഹത്തിന് ഉതകും വിധമാണ് ബഹുമാനപ്പെട്ട വൈദികർ ക്ലാസുകൾ നയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോധങ്ങൾ, വിചാരങ്ങൾ എല്ലാം പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മിശിഹാ തമ്പുരാന്റെ സന്നിധിയിലായിരിക്കണം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കൊളോസിയർ 3:1-2. അതുകൂടാതെ ഭയഭക്തിയോട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ പ്രതിവാക്യത്തിലൂടെ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം അർപ്പിക്കപ്പെട്ട ആഘോഷമായ പരിശുദ്ധ ബലിയർപ്പണത്തിന് മൂവാറ്റുപുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ യുഹന്നോൻ മാർ തെയോഡോഷ്യസ്, മുൻ രൂപതാ ബിഷപ്പ് ഡോക്ടർ എബ്രഹാം മാർ ജൂലിയോസ്, പൂന കട്കി രൂപതാ ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർ പക്കോമിയോസ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബഹുമാനപ്പെട്ട വൈദികർ നടത്തിയ ലിറ്റർജിക്കൽ പ്രൊസഷൻ വിശ്വാസികൾക്ക് ഒരു പുത്തൻ ആത്മീയ അനുഭവമായി മാറി. തൃശൂർ അതിരൂപത സഹായമിത്രാൻമാർ ടോണി നീലങ്കാവിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദിവ്യകാരുണ്യം നമ്മുടെ ഭവനവുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭവനത്തിലെ ആത്മീയത ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതും ദിവ്യകാരുണ്യത്തിലേക്ക് നയിക്കുന്നതുമായി തീരുമാനം ഈ വർഷം തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ദിവ്യകാരുണ്യത്തിന്റെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും കൂടെ നമ്മെ ഈ ദിവ്യകാരുണ്യ വർഷം സഹായിക്കണം. പതിറ്റാണ്ടുകളോളം വിശ്വസ്തയോടെ അൾത്താര ശുശ്രൂഷകരായിരുന്ന വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഒരു വർഷത്തോളം നീണ്ടുനിന്ന ദിവ്യകാരുണ്യ വർഷാചരണത്തിന് സമാപനം കുറിച്ചത് ദിവ്യകാരുണ്യ ആരാധനയോടും ആഘോഷമായി ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തോടും കൂടിയായിരുന്നു. ദേവാലയത്തിനു ചുറ്റും അഭിവന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും നേതൃത്വത്തിൽ നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ ഭക്തിപൂർവ്വം വിശ്വാസികൾ പങ്കെടുത്തു.
ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വിശുദ്ധ കുർബാനയിലേക്കാണെന്നും ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണെന്നും മൂവാറ്റുപുഴ ഭദ്രാസനാധിപൻ യുഹന്നോൻ മോർ തെയോഡോഷ്യസ് പിതാവ് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കേരള കത്തോലിക്ക സഭ KCBCയുടെ ആഭിമുഖ്യത്തിൽ ദിവ്യകാരുണ്യ വർഷം പ്രഖ്യാപിച്ചു. എന്നാൽ ഏറ്റവും അവസാനം ആഘോഷം പൂർത്തിയാക്കുന്ന രൂപത മൂവാറ്റുപുഴ രൂപതയാണ്. കഴിഞ്ഞ ഏതാണ്ട് 2 വർഷങ്ങളിലായി ഞങ്ങൾ ദിവ്യകാരുണ്യ ആഘോഷത്തിലായിരുന്നു. ആദ്യത്തെ വർഷം പുനരൈക്യ ദിന ആഘോഷത്തിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തിയതുകൊണ്ട് ഈ വർഷം പ്രത്യേകമായി ഈ ദിവ്യകാരുണ്യ ആഘോഷത്തിന് വേണ്ടി മാറ്റിവെച്ചു. കുടുംബതലത്തിൽ, ഇടവക തലത്തിൽ, വൈദിക ജില്ലാ തലത്തിൽ, രൂപതാ തലത്തിൽ ഇങ്ങനെയായിരുന്നു ആഘോഷത്തിൻ്റെ ക്രമീകരണം. കുടുംബതലത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ നിർദ്ദേശം നൽകി. ഇടവക തലത്തിൽ അച്ഛന്മാർ ആരാധന നടത്തി. വൈദിക ജില്ലാതലത്തിൽ എല്ലാ വൈദികരും ഒരുമിച്ച് കൂടി പ്രാർത്ഥനകൾ നടത്തി, വിശുദ്ധ കുർബാന അർപ്പിച്ചു, കുമ്പസാരം നടത്തി, വിശുദ്ധ കുർബാനയുടെ പ്രൊസഷൻ നടത്തി. ഇന്ന് അതിൻ്റെ എല്ലാം സമാപ്തിയായിട്ട് ദർശന കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഈ ആഘോഷം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുകയായിരുന്നു. എത്ര ദൈവികമായ ഒരനുഭവമായിരുന്നു ഇത് എന്ന് ഇത് കാണുന്നവർക്കും ഇത് അനുഭവിച്ചവർക്കും അറിയാം. സെമിനാർ, അത് കഴിയുമ്പോൾ വിശുദ്ധ കുർബാന, പൊതുസമ്മേളനം, ദിവ്യകാരുണ്യ പ്രൊസഷൻ, ഇത്രയാണ് ഇന്ന് നടന്നത്. ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് വിശുദ്ധ കുർബാനയിലേക്കാണ്. കാരണം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, കേന്ദ്രം, വേര് അതാണ്. അത് പോയാൽ എല്ലാം പോകും. ഇന്ന് സഭയിൽ ഭിന്നതകളും വഴക്കുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഔഷധം പരിശുദ്ധ കുർബാനയിലേക്കാണ്. അതിലേക്ക് നോക്കണം. അതിലേക്ക് നോക്കുമ്പോൾ സൗഖ്യമുണ്ടാകും. മൂവാറ്റുപുഴ രൂപത ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇന്ന് വളരെ മനോഹരമായി നടത്തി. ദിവ്യകാരുണ്യ ഈശോയെ ലോകത്തിന് മുഴുവൻ പ്രകാശമായി ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന അനുഭവമാണല്ലോ ദിവ്യകാരുണ്യ അനുഭവം. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് മൂവാറ്റുപുഴ രൂപതയുടെ വലിയ ഒരു സംഗമമായിട്ടാണ് ഇവിടെ ഒരുക്കപ്പെട്ടത്. വിവിധ പിതാക്കന്മാരുടെയും വിശ്വാസഗണത്തിൻ്റെയും വലിയ ഒരു സംഗമമായിരുന്നു ഇന്നിവിടെ നടന്നത്. കർത്താവായ യേശു മിശിഹ നാഥനും രക്ഷകനും ആയി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തിരുശരീര രക്തങ്ങളായി വിശുദ്ധ കുർബാനയായി രൂപപ്പെടുന്നു എന്ന് ലോകത്തെ പഠിപ്പിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. കർത്താവ് നമ്മോട് സംസാരിക്കുന്നതും അപ്രകാരം തന്നെയാണ്. ദിവ്യകാരുണ്യത്തിലൂടെ രക്ഷയിലേക്ക് നടന്നെടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ലോകത്തിന് വലിയ മാതൃകയാകട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. ദൈവം നമ്മെ ദിവ്യകാരുണ്യത്തിലൂടെ എന്നും കാത്ത് സംരക്ഷിച്ചു കൊള്ളട്ടെ. ദിവ്യകാരുണ്യ കോൺഗ്രസിനും അനുബന്ധ പരിപാടികൾക്കും വികാരി ജനറൽ തോമസ് ഞാറക്കാട് കോർ എപ്പിസ്കോപ്പ, ഫാദർ ജോണി ചിരിക്കായത്ത് എന്നിവരാണ് നേതൃത്വം നൽകിയത്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.